ഹലോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ 4 കളർ ബുളൻ നൂൽ എടുത്തിട്ടുണ്ട്. അത് ഒരേ അളവിൽ ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോഹോ ഹെയർ സ്ട്രിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇനി കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്തിന് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി അധികമായിട്ട് എടുക്കുന്നുണ്ട്. സാധാരണ ഓൺലൈനിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് നീളം ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു ലെങ്ത്ത് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 4 കളർ ഒരേ അളവിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബുഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക്, നമുക്ക് ബ്ലാക്ക് ആണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ മുടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് അറിയാതിരിക്കാനായിട്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടി ബ്ലാക്ക് ബുഷ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ 600 തൊട്ട് പല റേറ്റിലുണ്ട് കേട്ടോ. 1000 പോലൊക്കെ പോകുന്നുണ്ട്. അത്രയും റേറ്റ് കൊടുത്ത് നമുക്ക് ഈ ഹെയർ സ്ട്രിങ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ 350 ഒക്കെയാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് 4 കളർ നൂലിന് ആകെ പോയിട്ട് 40 രൂപയാണ്. ഒരു നൂലിന് 10 രൂപ വെച്ച് 40 രൂപയും പിന്നെ ഈ ഒരു ബോയ്ക്ക് ബ്ലാക്ക് കളർ ബുഷിന് നമുക്ക് അതും 10 രൂപ, ഒരു 50 രൂപ ചിലവിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ബോഹോ സ്ട്രിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ പിന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ നൂലിങ്ങനെ ഇട്ടിട്ട് പിന്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇങ്ങനെ ആയിട്ടിട്ട്, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഒരു 3 4 നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ സ്ട്രിങ്സ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കാം. മൊത്തം ഞാനൊരു 6 എണ്ണം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പിന്തിയത് 3 എണ്ണവും പിന്നെ വേറെ ഞാനൊരു ഐഡിയ മാറ്റി പിടിച്ചതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ചരടില്ലേ, നല്ല കട്ടിയുള്ള ബ്ലാക്ക് ടൈ ഉണ്ട്. അതിൽ ഞാനിങ്ങനെ ചുറ്റി പല പല കളേഴ്സ് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം നല്ല ഫ്ലൂറസൻ്റ് ഒരു കളർ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ടൈ ചെയ്ത് കൊടുത്തു. ചുറ്റി ടൈ ചെയ്യുക. അങ്ങനെ ചുറ്റി പിന്നെ ടൈ ചെയ്ത് അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നത് ഇങ്ങനെ കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ടൈ ചെയ്ത് നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ കളേഴ്സും ടൈ ചെയ്ത് അതൊരു വേറൊരു ഡിസൈൻ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പഴയൊരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ കിടക്കുന്ന ഈ തൂങ്ങാമ്പലില്ലേ, ഒരു ബേർഡിൻ്റെ ഒരു നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ആ ഒരു ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ അതിന് നമുക്ക് അറ്റത്ത് ഒരു കനം പോലെ തൂങ്ങിക്കിടക്കാൻ വേണ്ടി ഇതിങ്ങനെ കൊണ്ടുവന്ന് അറ്റത്തിട്ട് കൊടുത്തത് ഇങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാത്തിൻ്റെ അറ്റത്ത് ഞാനിത് ഇങ്ങനെ ഈ ലോക്കറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കൊടുക്കണ്ടായി. അപ്പം അതൊരു ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മറ്റേ നമ്മൾ തലയിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കില്ലേ, അതിൻ്റെ നമ്മളിങ്ങനെ തുമ്പിൾ വന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്തൊന്ന് ഈവനായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ മൾട്ടി കളറിലേക്ക് ഇങ്ങനെ 10 രൂപ പാക്കറ്റൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ 10 രൂപ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. അതൊരു നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ എക്സ്ട്രാ എൻ്റെ പഴയൊരു കമ്മലിൻ്റെ ഒരു തൂങ്ങാമ്പൽ അതും ഇട്ട് കൊടുത്തു ഒരു കനത്തിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും കൊണ്ട് ഞാൻ ആ ടൈ ചെയ്ത ഭാഗത്തൊക്കെ ഇതും ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ബോഹോ കളർഫുൾ വൈബാണ്. അപ്പോൾ എനിക്ക് പൊതുവേ കളർഫുൾ വൈബ് പിടിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇടിവെട്ടെന്ന് എൻ്റെ ഭാഷയിൽ പറയാം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ബീച്ചി വൈബ് കൊടുക്കുന്നൊരു ലുക്കാണ്. ഇത് തലയിൽ കെട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ സാധാരണ കുർത്ത ചുരിദാറിനൊപ്പം ഒന്നും പറ്റില്ല. നല്ലൊരു ബോഹോ ലുക്കൊക്കെ ഇന്നിപ്പോൾ പറ്റുള്ളൂ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഫോർട്ടുച്ചി വൈബ് ലുക്ക് എന്ന് പറയും. ഒരു ബീച്ചി ലുക്ക്, ഒരു ഗോവയൻ ലുക്ക് എന്നൊക്കെ പറയാം. ഇപ്പോൾ ഗോവയിലും മൈസൂറൊക്കെ ടൂർ പോകുന്നവർക്കാണെങ്കിൽ അവിടെയൊക്കെ പോയി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു കിടുക്കാച്ച ഹെയർ സ്റ്റൈലാണ്. അവിടെയൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് ഇത് ഹെയർ സ്ട്രിങ്സ് ഒക്കെ കാണാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതായിട്ട്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും പിക്ചറിൽ കാണുന്ന പോലെ. ഏകദേശം അതുപോലെ തന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ കണ്ടതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത്രയും സാര ചിലവിൽ ഉളന്നൂല് വെച്ച് അല്ലേ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.